അത്ഭുതങ്ങൾ സംഭവിക്കുന്ന അതിരാവിലെ എഴുന്നേൽക്കുന്ന ശീലം ഉള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ പലതും മാജിക് പോലെ സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ? ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാവുന്ന ആ പുലർച്ചയിലെ സമയത്തിൻ്റെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ. പുലർച്ചെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ കർമ്മവിനകൾ പോലും ശുദ്ധീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആ അതിരാവിലെ സമയം എഴുന്നേൽക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ കർമ്മവിനകൾ ക്രമേണ ശമിച്ച് അവർ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതുമായ എല്ലാ കാര്യങ്ങളും നേടാനുള്ള സാധ്യത വളരെയധികം ഉയരുന്നുണ്ട്. ഈ ബ്രഹ്മാണ്ഡം മുഴുവനും ഒരു ശക്തി തലത്തിലൂടെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ ഗ്രഹങ്ങളും ഈ ബ്രഹ്മാണ്ഡത്തിന് അവരുടെ സ്വന്തം മിൻകാന്തിക കിരണങ്ങൾ വിടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പാൽവെളി എന്ന് പറയുന്ന, അതായത് മിൽക്കി വേ എന്ന് പറയുന്ന ആ വിശാലമായ ശൂന്യതയിൽ നിന്നും ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ശക്തിയും സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന ശക്തിയും, ഇവ രണ്ടും ചേർന്നാണ് ഗ്രഹങ്ങളെ സ്വാധീനിക്കുന്നത്. ഗ്രഹങ്ങൾ ഒരു നിർദ്ദിഷ്ട ദൂരത്തിൽ എത്തിയ ശേഷം അതിവേഗത്തിൽ ചുറ്റിത്തിരിയാൻ തുടങ്ങും. അങ്ങനെ ചുറ്റുമ്പോൾ ആ ഗ്രഹങ്ങളിൽ നിന്നും മിൻകാന്തിക കിരണങ്ങൾ മുഴുവനും ഈ ബ്രഹ്മാണ്ഡത്തിലും വ്യാപിക്കുന്നു. ഇത്തരം മിൻകാന്തിക കിരണങ്ങളെല്ലാം ഒരു ശക്തിതലമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ആഗ്രഹം, ചിന്ത, കൽപ്പന, അനുഭൂതി, വൈബ്രേഷൻസ് എന്നിങ്ങനെ മാറി മാറി ഈ ബ്രഹ്മാണ്ഡത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അത് നിങ്ങളെ തിരിച്ചും നിങ്ങളിലേക്ക് എത്തുകയാണ്. ആദ്യം സ്വപ്നമുണ്ടാകുന്നു, അത് ചിന്തയായിട്ട് മാറുന്നു, അത് പിന്നീട് കൽപ്പനയായി രൂപപ്പെടുന്നു, അത് പിന്നെ അനുഭൂതിയായി, അതായത് ഫീലിംഗ് ആയിട്ട് മാറുന്നു, അത് പിന്നീട് ഫ്രീക്വൻസിയായി മാറുന്നു. ഇങ്ങനെ മാറിയ ശേഷം മാത്രമാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യമാണ് ഉറച്ച മനസ്സോടെ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത്, ആ കാര്യത്തെ നടന്നു കഴിഞ്ഞതുപോലെ കൽപ്പന ചെയ്യുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുവെന്ന പോലെ അനുഭവിക്കുന്നത്, ഇവയെല്ലാം നിങ്ങൾക്ക് ശരിയായി ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ സാധ്യതയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കരുതുന്നത് പോലെ ഒരു ദൈവമൊന്നുമല്ല. ബ്രഹ്മം എന്നത് ഈ സൃഷ്ടിയും സൃഷ്ടാവും വേറല്ല, രണ്ടും ഒരേ യാഥാർത്ഥ്യം തന്നെയാണെന്ന് അനുഭവത്തിൽ തിരിച്ചറിയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ബ്രഹ്മ മുഹൂർത്തം എന്നതിൻ്റെ അർത്ഥം സൃഷ്ടി നടക്കുന്നതിനുള്ള സമയം മാത്രമല്ല, മനുഷ്യൻ തൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണെന്നാണ് പറയേണ്ടത്. ഇപ്പോൾ മനുഷ്യനെക്കുറിച്ച് നോക്കിയാൽ ദൈവാരാധനയെക്കാളും ധ്യാനത്തിനേക്കാളിലും തപസ്സിനേക്കാളും കൂടുതലായി മനുഷ്യൻ ആകർഷിക്കപ്പെടുന്നത് എവിടേക്കാണ്? കാമത്തിലേക്കാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, അവിടെ പുരുഷനോ സ്ത്രീയോ കാരണമല്ല. കാമത്തിൽ ഏർപ്പെടുന്ന ആ നിമിഷങ്ങളിൽ ചിന്തകൾ ഇല്ലാതാകും, മനസ്സ് ശാന്തമാകും, സമയം നിൽക്കുന്ന പോലെ തോന്നും, എന്താണ് നടക്കുന്നത് എന്ന ബോധം പോലും കുറഞ്ഞു പോകും. ഒരു എണ്ണമില്ലാത്ത അല്ലെങ്കിൽ ഒരു മനസ്സില്ലാത്ത ഒരവസ്ഥ, അതാണ് അവിടെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് മനസ്സ് ആഗ്രഹിക്കുന്നത് സ്ത്രീയെയോ പുരുഷനെയോ അല്ല, ആ ചിന്തകളില്ലാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. മനസ്സ് സാധാരണയായിട്ട് എപ്പോഴും ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. പക്ഷേ ഈ വിഷയത്തിൽ, അതായത് കാമത്തിൽ, ചില നിമിഷങ്ങൾക്കെങ്കിലും അതൊന്ന് നിൽക്കും, ആ ചിന്തകളൊന്ന് നിൽക്കും. ആ സമയം കാലം പോയതുപോലും തോന്നില്ല, സമയം അറിയില്ല, മനസ്സ് പ്രവർത്തിക്കില്ല. ഇതേപോലുള്ള ഒരു അവസ്ഥയാണ് മനസ്സ് ആഴത്തിൽ ആഗ്രഹിക്കുന്നത്. ഈ അവസ്ഥയാണ് മനസ്സ് ആഗ്രഹിക്കുന്നത്. അതിനാലാണ് മനുഷ്യൻ ഈ കാമത്തെ തേടി പോകുന്നത്. അവിടെ യഥാർത്ഥ കാരണം സ്ത്രീയുമല്ല പുരുഷനുമല്ല, ചിന്തകളില്ലാത്ത ആ അവസ്ഥയോടുള്ള ആകർഷണം തന്നെയാണ്. അതിനാൽ മനസ്സിനെ നോക്കിയാൽ ചിന്തകളില്ലാത്ത അവസ്ഥയും സമയം നിൽക്കുന്ന അനുഭവവും ഇവയെല്ലാം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് മനുഷ്യൻ വീണ്ടും വീണ്ടും
കാമത്തിലേക്ക് ഓടുന്നത്. ഈ ഒരു അവസ്ഥ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ അനുഭവിക്കാൻ വേണ്ടിയാണ് സിദ്ധറുകളും യോഗികളും ഈ ധ്യാനം എന്നൊരു മാർഗം കണ്ടെത്തിയത്. ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാൽ അവൻ തൻ്റെ സ്വഭാവം തിരിച്ചറിയുന്ന ആ നിമിഷത്തിൽ ഒരു ആനന്ദമൂർച്ച എന്ന് പറയുന്ന അവസ്ഥയിലെത്തും. ആ അവസ്ഥയിൽ എന്താണ് ഉണ്ടാകുന്നത്? ചിന്തകൾ ഉണ്ടാവില്ല, സമയം അറിയില്ല, കാലം അറിയില്ല, സമയം നിൽക്കുന്നത് പോലെ തോന്നും. ഇതാണ് നമ്മൾ ആനന്ദമൂർച്ച എന്ന് പറയുന്നത്. ഈ കാമത്തിൽ ഈ മനസ്സില്ലാത്ത അവസ്ഥ അനുഭവിക്കാൻ ഒരു പുരുഷനോ സ്ത്രീയോ വേണമെന്ന് മനുഷ്യൻ കരുതുന്നു. പക്ഷേ സത്യത്തിൽ ഈ സിദ്ധന്മാരും തപസ്സുകളും ജ്ഞാനികളും ഈ സെയിം അവസ്ഥയെയാണ് സ്വന്തം ഉള്ളിൽ തന്നെ കണ്ടെത്താൻ ധ്യാനം, തപസ് അങ്ങനെയുള്ള മാർഗങ്ങളെ ഉപയോഗിച്ചത്. അവർ മനസ്സില്ലാത്ത അവസ്ഥയും കാലത്തെ കടന്ന അവസ്ഥയും അവരുടെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മഹാപുരുഷന്മാരും ജ്ഞാനികളും സിദ്ധന്മാരുമൊക്കെ ഈ ആനന്ദമൂർച്ച എന്ന ധ്യാനാവസ്ഥയിലെത്താൻ ബ്രഹ്മമുഹൂർത്തത്തിനെ ഉപയോഗിച്ചത്. ബ്രഹ്മമുഹൂർത്തത്തെക്കുറിച്ച് പറഞ്ഞാൽ 2:50 മുതൽ 3:50 വരെയുള്ള സമയം ഒരു പ്രത്യേകമായ ശുദ്ധ ഊർജമാണപ്പോൾ. കോസ്മിക് എനർജി, സൂക്ഷ്മമായ ജീവശക്തി, ഇതെല്ലാം ഭൂമിയിൽ കൂടുതലായി അനുഭവപ്പെടുന്ന സമയമാണ്. ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ അത് സൃഷ്ടി നടക്കാനുള്ള സമയമാണ്. ഒരു പുരുഷനും സ്ത്രീയും സംഭോഗത്തിൽ ഏർപ്പെട്ട് ഗർഭധാരണം സംഭവിക്കുമ്പോൾ എത്ര സന്തോഷമുണ്ടാവും അവർക്ക്. ആ ഗർഭധാരണ നിമിഷം ഒരു അത്ഭുതകരമായ സൃഷ്ടിയുടെ നിമിഷമാണ്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചിന്തകൾ ജനിക്കുന്ന സമയം. അതാണ് ബ്രഹ്മമുഹൂർത്തം. അപ്പോൾ ഈ 2:50 മുതൽ 3:50 വരെ ഈ അവസ്ഥ 100% ശക്തിയോടെ പ്രവർത്തിക്കുമെന്നാണ് സിദ്ധറുകളും യോഗികളും തപസ്സുകളും പറയുന്നത്. 3:50 മുതൽ 4:40 വരെയുള്ള സമയം ഇത് ഏകദേശം ഒരു 80% വരെ തുടരും. അപ്പോൾ ഈ സമയമാണ് മനുഷ്യന്മാർ അവരുടെ സാധ്യത്തിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നത് നേടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ നേടണമെന്ന് വിചാരിക്കുന്ന ജീവിതം, അതിനെ മനസ്സിൽ വ്യക്തമായി കാണാനും അനുഭവിക്കുവാനും നിങ്ങൾക്ക് സാധിച്ചാൽ അത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2:50 മുതൽ 3:50 വരെയുള്ള സമയം സൃഷ്ടിയുടെ സമയമാണ്. 3:50 മുതൽ 4:40 വരെയുള്ള സമയം നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നേടിയെടുക്കാനുള്ള സമയമാണ്. അപ്പോൾ ഈ 4:40 മുതൽ 5:40 വരെയുള്ള സമയം, ഇല്ലെങ്കിൽ 4:45 മുതൽ 5:15 വരേക്കുള്ള സമയം, ഈ സമയമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. അതിനാണ് പറയുന്നത് 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയമെന്ന്. ഇതിനിടയിലുള്ള ഈ കുറിപ്പിട്ട സമയമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. മക്കൾ സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 2:50 മുതൽ 3:50 വരെയുള്ള സമയം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിനെ ഉയർത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിത സാഫല്യത്തിന് എന്തെങ്കിലും നിങ്ങൾക്ക് നേടാനാണെങ്കിൽ 3:50 മുതൽ 4:40 വരെയുള്ള സമയം തിരഞ്ഞെടുക്കുക. ഈ 2 സമയങ്ങളും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ആ സമയത്ത് ഞാൻ ഉറക്കം എഴുന്നേൽക്കില്ല, ശരീരക്ഷീണമാണ്, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ ആ 4:40 മുതൽ 5:40 വരെയുള്ള സമയം ചിലവഴിക്കുക. ഇതിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ മനസ്സ് ശാന്തമായി ചിന്തകളൊന്നുമില്ലാതെ നിൽക്കുന്ന ആ നിമിഷങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ജീവിതം തന്നെയാണ്. അതാണ് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകുന്നത്. ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ ഒരു പൂർണ്ണമായ ശാന്തമായിട്ടുള്ള ഒരു തടാകത്തിന് സമീപത്ത് നിങ്ങൾ പോകും. അവിടെ നിന്ന് ഒരു ചെറിയ കല്ലെടുത്ത് ആ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് നോക്കുക. ആ കല്ല് വെള്ളത്തിൽ വീഴുന്ന ശബ്ദം നിങ്ങളുടെ ചെവിയിൽ വളരെ വ്യക്തമായിട്ട് കേൾക്കും, അല്ലേ? അതേപോലെ തന്നെ ആ കല്ല് വീണ സ്ഥലത്ത് നിന്നും അതിർവലകൾ പോലെ വെള്ളം പുറത്തേക്ക് പരന്നു പോകുന്നതും നിങ്ങൾക്ക് കാണാം, അല്ലേ? അതേപോലെ തന്നെയാണ് ബ്രഹ്മമുഹൂർത്ത സമയത്ത് നിങ്ങളുടെ മനസ്സ്. അതൊരു പകുതി ഉറക്ക നിലയിലാണ്. ഒരു ചെറിയ മയക്കമുള്ള ഒരു ശാന്തമായ ഒരവസ്ഥയാണത്. ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് ആൽഫ സ്റ്റേറ്റിൽ പ്രവർത്തിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ജീവിതം, നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന അനുഭവങ്ങൾ
നിങ്ങളത് വ്യക്തമായി മനസ്സിൽ കാണാനും അനുഭവിക്കാനും കഴിഞ്ഞാൽ അത് ഈ ബ്രഹ്മാണ്ഡത്തിലേക്ക് ഒരു അതിർവലയായിട്ട് പോകും. അതിനൊരു പ്രതികരണം തിരിച്ച് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളിലേക്ക് തിരിച്ചെത്തും. കൽപ്പന ചെയ്യാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യൻ ചിറകില്ലാത്ത ഒരു പക്ഷിയെ പോലെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണാൻ പഠിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ ഗർഭധാരണം സംഭവിക്കുന്ന ആ ഒരു നിമിഷം എത്ര അത്ഭുതകരമായ ഒരു അനുഭവമാണ്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ യാഥാർത്ഥ്യം ജനിക്കുന്ന സമയം. അതാണ് ഈ ബ്രഹ്മമുഹൂർത്തം. ഏകദേശം 2:50 മുതൽ 4:30 വരെയുള്ള സമയമാണ് പവർഫുള്ളായിട്ടെന്ന് പറയുന്നത്. ആരാണ് ഈ സമയത്ത് എഴുന്നേറ്റ് ശുദ്ധമായി കുളിച്ച് മനസ്സ് ശാന്തമാക്കി ജീവിതത്തിൽ ലഭിച്ച എല്ലാത്തിനും നന്ദി പറഞ്ഞ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടിയതായി കൽപ്പന ചെയ്ത് അതിനെ അനുഭവിക്കാൻ കഴിയുന്നത്? അങ്ങനെയുള്ളവർക്ക് ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇവയെല്ലാം കർമ്മം അനുസരിച്ചാണ് നടക്കുന്നത്. നിങ്ങളുടെ കർമ്മം അതിന് നിങ്ങളെ പിന്തുണയ്ക്കണം. അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ ഈ പ്രക്രിയ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ 48 ദിവസം തുടർച്ചയായിട്ട് ചെയ്യാൻ കഴിയുന്നവർ അവരുടെ കർമ്മം ഒരു പരിധിവരെ അനുകൂലമാണെന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ കർമ്മം പിന്തുണയ്ക്കുന്നില്ല എങ്കിൽ ആളുകൾ ഇതിനെ പരിഹസിച്ചുകൊണ്ട് കടന്നു പോകും. അവർ ആ സമയത്ത് എഴുന്നേറ്റാൽ പോലും, ഈ പ്രപഞ്ചം അവരെ എഴുന്നേൽപ്പിച്ചാൽ പോലും അവർ ഫോൺ സ്കിപ്പ് ചെയ്ത് റീൽസ് കണ്ടുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ TV ഓൺ ചെയ്ത് പ്രോഗ്രാംസ് കണ്ടുകൊണ്ടിരിക്കും, ന്യൂസ് കേട്ടുകൊണ്ടിരിക്കും. ഇതൊക്കെയായിരിക്കും അവരുടെ കാര്യങ്ങൾ. പ്രപഞ്ചം അവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും അവരുടെ കർമ്മം അതിനെ അനുവദിക്കുന്നില്ല. സത്യത്തിൽ കർമ്മം അനുകൂലമായാൽ മാത്രമേ ഈ വഴിയിൽ സ്ഥിരതയോടെ തുടരാൻ കഴിയുകയുള്ളൂ. ആ ഒരു കാര്യം ആരും മറക്കരുത്, അത് മനസ്സിലാക്കണം. ഈ 48 ദിവസത്തിൽ മണ്ഡലം എന്നത് എന്താണെന്ന് നോക്കിയാൽ 27 നക്ഷത്രവും 12 രാശികളും 9 ഗ്രഹങ്ങളുമുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടി നോക്കിയാൽ 48 വരും. ഒരു മനുഷ്യൻ 48 ദിവസം തുടർച്ചയായി രാവിലെ 2:50 മുതൽ 4:30 വരെയുള്ള മണിയിൽ എഴുന്നേറ്റ് കുളിച്ച്, അപ്പോൾ അതിന് ശേഷം 4:30 മണിക്ക് മേൽ ധ്യാനം ചെയ്യാൻ കഴിയില്ല, പക്ഷേ ധ്യാനത്തിലിരിക്കാൻ കഴിയും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ധ്യാനം നമ്മൾ ആരും ചെയ്യാൻ കഴിയില്ല. ധ്യാനം ഒരു പ്രവൃത്തിയല്ല, അതൊരു ശാന്തി നിലയാണ്. ആ ശാന്തി നിങ്ങളുടെ ഉള്ളിൽ സ്വാഭാവികമായി ഉള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ അമ്മയുടെ വയറ്റിൽ കരുവായി ഉണ്ടായിരുന്ന സമയത്ത് മുതൽ തന്നെ ആ ശാന്തമായ ആ ഒരു അവസ്ഥ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ആ ശാന്തിയെ ശ്രദ്ധിക്കണം. ദിവസം തോറും ഒരു 10 മിനിറ്റ് കണ്ണടച്ച് ശാന്തമായിരുന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ശാന്തമായ നില നിങ്ങളുടെ ഉള്ളിൽ വരും. നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിവസം മുഴുവനും ഓടി ക്ഷീണിച്ച മനസ്സായിരിക്കാം, അത് ശാന്തമാകുന്നില്ലേ? അതേപോലെ തന്നെയാണ് ആരാണ് ഈ 48 ദിവസം തുടർച്ചയായി ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നല്ല രീതിയിൽ കുളിച്ച്, സ്വാഭാവികമായി തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കണം, ചൂടുവെള്ളം ഒഴിവാക്കണം, ആ തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കണം. അതിനുശേഷം 10 മിനിറ്റ് സാക്ഷിയായി നടക്കുന്നത് ശ്രദ്ധിച്ച് ശാന്തമായിരുന്നാൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ചിന്തകളില്ലാത്ത നിലയിലേക്ക് എത്തും. ആ ഒന്നുമില്ലാത്ത നിലയിൽ നിന്നാണ്, ആ ശൂന്യമായ അവസ്ഥയിൽ നിന്നാണ് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും വന്നത്. വിമാനവും കാറും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഇതെല്ലാം ആദ്യം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് ശൂന്യതയിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം തുടർച്ചയായി ശാന്തമായിരുന്ന് നിങ്ങളുടെ മനസ്സ് ശൂന്യമായപ്പോൾ ചിന്തകളില്ലാത്ത ഒരു നില, ഒരു കാലം കടന്ന നില, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് കൊണ്ടുവരും. ഇതിൽ പ്രധാനപ്പെട്ടത് സ്ഥിരതയും ശാന്തിയും ഉള്ളിലെ അനുഭവമാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ ശാസ്ത്രീയമായി ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ സൂര്യനിൽ നിന്നും ലഭിക്കുന്ന കിരണങ്ങളുണ്ട്. കോസ്മിക് കിരണങ്ങൾ, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്, ഇവയെല്ലാം കൂടുതലായി ഭൂമിയിലേക്ക് ലഭിച്ച് ഈ കിരണങ്ങളെല്ലാം ഭൂമിയിൽ നിന്നും മുകളിലേക്ക് ഉയരുന്ന ഒരു സമയമുണ്ട്. ആ സമയമാണ് ബ്രഹ്മമുഹൂർത്തം. അപ്പോൾ നിങ്ങളുടെ ചിന്തകളെ ആശ്രയിച്ച് നിങ്ങൾ ആ ചിന്തകളെ കാഴ്ചപ്പെടുത്തി
വിഷ്വലൈസേഷൻ ചെയ്ത് കൽപ്പിച്ച് അത് അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ ശ്വാസത്തിൽ വഴി അത് പുറത്തു പോയി നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിലേക്ക് എത്തി അത് തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ ഈ ഭൂമിയിലെ ഒന്നുമില്ലാത്ത അവസ്ഥ തന്നെയാണ് ബ്രഹ്മമുഹൂർത്ത സമയം. ആ സമയത്ത് ഭൂമി ശാന്തമായിരിക്കുമ്പോൾ ശബ്ദമുള്ള മനുഷ്യരെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ്. അധികമായ ചിന്താ തരംഗങ്ങൾ മുകളിലേക്ക് അപ്പോൾ പോകുന്നില്ല. പക്ഷെ 6 മണിക്ക് ശേഷം ഈ ശബ്ദമുള്ള ലോകത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചിന്താ തരംഗങ്ങളാണ് മുകളിലേക്ക് ഉയരുന്നത്. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ പൂർണ്ണമായി അത് മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ പൂർണ്ണമായി സഫലമാകുന്നില്ല. അതുകൊണ്ട് ഭൂമിയിലെ ജീവകാന്ത കിരണങ്ങൾ മുകളിലേക്ക് ഉയരുന്ന ആ സമയത്ത് നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചു. നിങ്ങളുടെ മനസ്സ് ആ നിശബ്ദതയിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ആഗ്രഹിച്ചത് എങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വളരെ ശുദ്ധമായ ഒരു നിലം, ഒരു ചെടിയോ മരമോ നട്ടു കഴിഞ്ഞാൽ അവിടെ കളകളില്ല, പുല്ലുകളില്ല, ഒന്നുമില്ല, നല്ല വളക്കൂറുള്ള മണ്ണ്. ആ ചെടി വളരെ വേഗത്തിൽ വളരും. അതിനല്പം പരിചരണം കൊടുത്താൽ മതി. അതേപോലെ തന്നെയാണ് ബ്രഹ്മമുഹൂർത്തം ഒരു അത്യന്തം ഉത്തമമായ വളമിട്ട നിലം പോലെയാണ്. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ നിശബ്ദതയിൽ നിന്ന്, ആ ശൂന്യത്തിൽ നിന്ന് ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചു. അത് നിങ്ങൾക്ക് കാഴ്ചപ്പെടുത്താനും അനുഭവിക്കാനും കഴിഞ്ഞു. അങ്ങനെ കാഴ്ചപ്പെടുത്താനും അനുഭവിക്കാനും കഴിഞ്ഞാൽ ആ ആഗ്രഹം നിങ്ങളുടെ ശ്വാസത്തിൻ്റെ വഴി ബ്രഹ്മാണ്ടത്തിലേക്ക് പോകും, ഈ പ്രപഞ്ചത്തിലേക്ക് പോകും. അവിടെ വൈബ്രേഷൻസുകൾ സൃഷ്ടിച്ച് നിങ്ങൾ ചോദിക്കുന്ന കാര്യം 100% നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഇപ്പോൾ ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ശ്വസിക്കുന്ന ശ്വാസത്തിൻ്റെ വഴിയാണ് അവൻ്റെ ചിന്തകൾ ഈ പ്രപഞ്ചത്തിലേക്ക് പോകുന്നത്. അവിടെ അതൊരു വൈബ്രേഷനായിട്ട് മാറി തിരിച്ച് അവരിലേക്ക് തന്നെ വരികയാണ്. അതുകൊണ്ടാണ് ഈ അത്ഭുതകരമായ മായാജാലം പോലെയുള്ള ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ആരാണ് എഴുന്നേറ്റ് കുളിച്ച് ഒരു കാര്യം ആഗ്രഹിച്ച് കൽപ്പിച്ച് കാഴ്ചപ്പെടുത്തി കണ്ണടച്ച് അത് അനുഭവിക്കാൻ കഴിയുന്നത്, അവരുടെ ജീവിതത്തിൽ ആ ഒരു കാര്യം ആൽഫ മൈൻഡ് വഴി 100% നടക്കും. എന്നാൽ പലരും പറയുന്നു ആ സമയത്ത് എഴുന്നേൽക്കുന്നുണ്ട്, ഒന്നും സാധിക്കുന്നില്ല. പക്ഷേ അവരുടെ ചിന്തകൾ വേറെയാണ്. ഇന്നത്തെ കാര്യം നടത്താം, അല്ലെങ്കിൽ ഇന്നെങ്ങനെ, അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരിക്കാം. ഇവിടെ വരെ കേട്ടതിന് ശേഷം ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെക്കണം. ജീവിതത്തിൽ മാറ്റം ഒരിക്കലും പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. ബ്രഹ്മമുഹൂർത്തം ഒരു സമയം മാത്രമല്ല, അതൊരു അവസരമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്ന ഒരു നിമിഷം. ആ ശാന്തിയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പതിയെ ശാന്തമാകും. ആ ശാന്തിയിലാണ് യഥാർത്ഥ ശക്തി ഉള്ളത്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് നിങ്ങൾ അനുഭവിക്കുന്നത്, അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതമായി മാറുന്നത്. അതുകൊണ്ട് തുടർച്ചയായി നിങ്ങളത് ചെയ്യുക. ധൃതി വയ്ക്കണ്ട, പക്ഷേ വിശ്വാസം വിടരുത്. ആ വിശ്വാസത്തോടു കൂടി ചെയ്യണം. ഒരു ദിവസം ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ സ്വപ്നം കണ്ട, നിങ്ങൾ ചിന്തിച്ച ആ ജീവിതം നിങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമായി നിൽക്കും. ആ ദിവസത്തിനായി നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ നന്ദി ഇതുവരെ കണ്ടതിന്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.